സാറാ, സമയം എന്തായെന്നാ നിന്റെ വിചാരം? എഴുന്നേൽക്കുന്നില്ലേ നീ? എഴുന്നേറ്റാണല്ലോ ചേച്ചി ഞാൻ ഇരിക്കുന്നേ. ടൈം എന്തായെന്നാ നിന്റെ വിചാരം? എന്നും നിന്നെ ഡ്രോപ്പ് ചെയ്ത് ഞാനാ ലേറ്റ് ആവുന്നേ. ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യില്ല സാറാ, നീ തനിയെ പോയാൽ മതി. ചേച്ചി ഒരു 5 minutes താ, ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം. ആഹാ, ഇപ്പോഴാണോ അലാറം വെച്ചിരിക്കുന്നത്? നാളെ മുതൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ മമ്മിയുടെ അടുത്ത് പറയാൻ പോവുക. ഇന്ന് പുതിയ CEO വരുമെന്നാ കേട്ട. മിക്കവാറും എൻ്റെ ജോലി ഇന്ന് പോകും. ഇന്നലത്തെ വർക്ക് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആളിത്തി ടെററെന്നാ കേട്ടെ. എല്ലാത്തിനും കാരണം നീയാ. അയ്യോ ചേച്ചി ഒന്ന് നിർത്തുമോ, എനിക്ക് തല വേദനിക്കുന്നു. നീ എന്താ ഇന്ന് ഇത്രയും നേരത്തെ വന്നേ? അതൊന്നും എനിക്ക് നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല. കളിയാക്കാനാണെങ്കിൽ വേറെ ആളെ നോക്ക് നീ. അതൊക്കെ CEO വരുമ്പോൾ കിട്ടിക്കോളും. നിന്റെ വർക്കാ പെൻഡിങ്ങിൽ കിടക്കുന്നേ. ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീ യു ലേറ്റർ. ബൈ ഡിയർ. ഹായ് ലീന, നീ എപ്പോഴാ വന്നേ? ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഒരു 5 minutes വരും. എമ്മ എന്തിനാ വന്നിട്ട് പോയേ? എന്നത്തെയും പോലെ തന്നെയാ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നതാ. പുതിയ CEO വന്നായിരുന്നോ? ആള് വന്നിട്ടുണ്ട്. ആള് മൊഞ്ചനാ, പക്ഷെ നല്ല ചൂടനാണെന്ന് തോന്നുന്നു. വന്നത് മുതൽ ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയതാ. ആഹാ, അപ്പോൾ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഏതായാലും ഞാൻ എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എക്സ്ക്യൂസ് മീ സർ, എനി ഹെൽപ്പ്? Yeah, I need. Who is Lena? Can you please call her? ഓക്കെ സർ. ലീന, തന്നെ സാറ് വിളിക്കുന്നു. ഓക്കെ, ഞാൻ വന്നേക്കാം. എക്സ്ക്യൂസ് മീ സർ. ഇന്നലെ വന്ന ക്ലയൻറ്റിൻ്റെ വർക്ക് ഇയാൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇല്ല സർ, ഇന്നലെ ഞാൻ ഓഫായിരുന്നു. അങ്ങനെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. വെരി ഗുഡ് എക്സ്പ്ലനേഷൻ. അപ്പോൾ തൻ്റെ ടൈം അനുസരിച്ച് വേണോ ഞാനിവിടെ വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ? സർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഈ ആക്ടിംഗ് ഒക്കെ എൻ്റെ ക്യാബിൻ്റെ പുറത്ത്. ഗെറ്റ് ലോസ്റ്റ്. വിത്തിൻ 24 hours എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടണം. കേട്ടല്ലോ? ഗെറ്റ് ഔട്ട്.